അപ്പൊ കാര്യങ്ങളൊക്കെ ഇവിടെ വരെ എത്തിയല്ലേ? ആരാടി നീ? ഏതാണോ നീ? നിനക്ക് പ്രേമിക്കാനും അഴിഞ്ഞാടാനും കൂത്താടാനൊക്കെ എന്റെ ഭർത്താവിനെ കിട്ടിയോളോ? കണ്ടിട്ട് കുഴപ്പമൊന്നും ഇല്ലല്ലോ നിനക്ക്. കണ്ണിക്കണ്ട ആണുങ്ങളെയൊക്കെ വഴിതിരിക്കാനായിട്ട് രാവിലെ ഉടുത്തിറങ്ങി ഇറങ്ങിക്കോളും. ആലവലാതി. ഈ നിൽക്കുന്ന മനുഷ്യന്റെ ഭാര്യ ഞാൻ അറിയാം നിനക്ക്. രാവിലെ നീയൊക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതന്നെ ഇതിനൊക്കെ വേണ്ടിയാണോ? വൃത്തിയിട്ടവള്. ശിവാനി പ്ലീസ്. എന്ത് പ്ലീസ്? നിങ്ങൾ കെട്ടിയ താലി എന്റെ ഈ കഴുത്തിൽ കിടക്കുന്നേ അത് ഓർമ്മയുണ്ടോ തനിക്ക്? ഈ താലി എന്റെ കഴുത്തിൽ താൻ കെട്ടിട്ട് ഒരു വർഷം തികഞ്ഞില്ലല്ലോ. അതിനു മുൻപ് വല്ലവളുടെ കൂടെ പാർക്കിൽ ചുറ്റിത്തിരിഞ്ഞു ഐ ലവ് യു പറഞ്ഞു കളിക്കാൻ നാണല്ലോ തനിക്ക്. ഏതെങ്കിലും ആണുങ്ങളുടെ ഭാര്യമാര് ഒന്ന് പിണങ്ങി വീട്ടിൽ പോയി നിന്ന ആ തക്കത്തിന് നുഴഞ്ഞു കയറിക്കണം. നാണമില്ലാത്ത വർഗം. ഇങ്ങനെ കണ്ട ആണുങ്ങളെ പറ്റിച്ച് ജീവിക്കുന്നതിനേക്കാളും നല്ലത് ഒരു ചത്തൂടി. മര്യാദക്ക് സംസാരിച്ചോണം. മര്യാദ നിനക്കോ? ഇതിനേക്കാൾ വലിയ മര്യാദ നിനക്ക് ഞാൻ കാണിച്ചു തരാടി. ശിവാനി എന്താ നീ കാണിക്കുന്നേ? വേണ്ടാത്ത പണി കാണിച്ച തനി സ്വഭാവം അറിയും കേട്ടോ. ഇതിലും വലിയ തനി രൂപോ ഇപ്പൊ കണ്ടതിലും കൂടുതൽ എന്താണോ ഉള്ളത്? എന്നെ കാണിക്ക്, ഞാൻ കാണട്ടെ. കാണിക്കതാൻ എന്താ ഇവൾക്ക് വേണ്ടി ഇത്ര ആൾക്കാരുടെ മുന്നിൽ വെച്ചെന്നെ തല്ലാൻ തോന്നുന്നുണ്ടോ? തല്ലിക്കോ, തല്ലടോ. എന്തായാലും പറയാനുള്ളത് ഞാൻ പറഞ്ഞിരിക്കും. എന്ത് കണ്ടിട്ടാടോ താൻ എന്നെ കളഞ്ഞിട്ട് ഇവളുടെ പുറകെ പോയത്? പറ. നീ എന്താ ഉദ്ദേശിച്ചത്? ഒരു കോടീശ്വരനെ എങ്ങനെയെങ്കിലും വളച്ചെടുത്ത അതോടെ ജീവിതം അങ്ങ് സേഫായി പോയെന്നാണോ? അതോ ഇനി ഈ ഏർപ്പാടൊക്കെ ദിവസക്കൂലിയാണോ? മേലിയാടെ പുറകെ എങ്ങനെ നിന്നെ കണ്ട ഒത്തിയറിഞ്ഞളയും ഞാൻ. പൊടി. എല്ലാരും കണ്ടല്ലോ, മനസ്സിലായല്ലോ. എന്റെ കെട്ടിയോടെ നിൽക്കുന്നേ. ഇവിടെ ദൈവം എന്റെ കൂടെ, അതുകൊണ്ടാ കൺമുന്നിൽ തന്നെ കാണിച്ചു തന്നത്. ഇങ്ങനൊരു അഴിഞ്ഞാട്ടക്കാരിയുടെ പുറകെ പോയപ്പോ ഒരു നിമിഷം നിങ്ങൾ എന്നെ കുറിച്ച് ആലോചിക്കാത്ത എന്താ? ഇവിടെ പ്രണയിച്ചല്ലേ നിങ്ങൾ എന്നെ കെട്ടിയത്. ഇപ്പോഴും ഞാൻ നിങ്ങളുടെ ഭാര്യയല്ലേ? നോക്ക് ശിവാനി, നമ്മൾ തമ്മിലൊരു ബന്ധമില്ല എന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാ. നീ എന്റെ ഭാര്യയല്ല, ഞാൻ നിന്റെ ഭർത്താവുമല്ല. ഓഹോ, അങ്ങനെയാണോ? ഈ നിൽക്കുന്ന ആൾക്കാരെ ബോധ്യപ്പെടുത്താനല്ലേ ഇങ്ങനെ ഒരു കള്ളക്കഥ പറയുന്നേ? എങ്കിൽ താൻ പറ, നമ്മൾ തമ്മിൽ ഡിവോഴ്സ് ചെയ്തിട്ടുണ്ടോ? പറ. ആ വിഹിതം കൈയോടെ പൊക്കിയപ്പോ പുതിയ കഥ ഇറക്കണോ ചേട്ടാ? കണ്ടാ കുഴപ്പമൊന്നുമില്ലല്ലോ. മാനിന്റെ ലുക്കും കയ്യിലിരിപ്പാണെങ്കിൽ 4 കട പരിപാടി. എന്തായാലും ഒരു 1 അവർ കൂടി കഴിയാതെ എനിക്കിവിടുന്ന് ഇറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ സാർ, എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാള് ഇന്ന് വീട്ടിലേക്ക് വരുന്നുണ്ട്. കൂട്ടിക്കൊണ്ട് വരാനായിട്ട് വൈഫ് പോയിരിക്കുക. ഓക്കെ, പറ്റിയാൽ നാളത്തേക്ക് തന്നെ നമുക്ക് മീറ്റിംഗ് മാറ്റി വയ്ക്കാം. അതായിരിക്കും നല്ലത്. ഓക്കെ, താങ്ക് യു. ബില്ലടച്ച് അവിടെ നിന്ന് ഇറങ്ങിയെന്നൊക്കെ പറഞ്ഞിട്ട് നേരം കുറയായല്ലോ അമ്മേ.
നിധി നിർമ്മലാമ്മയും കാണുന്നില്ലല്ലോ. ആ ഗൗതമിന്റെ ഈ ആകാംക്ഷ കാണുമ്പോ നിർമ്മല ഇവിടേക്ക് കൊണ്ടുവരാൻ സമ്മതിക്കണ്ടായിരുന്നു എന്ന് തോന്നുക. നിധി പറഞ്ഞതും ശരിയാ. മരണത്തോടടുക്കുന്ന നിർമ്മലയ്ക്ക് വേണ്ടി ഇത്രയെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റണം. പാവം, ഒരു പെറ്റമ്മയല്ലേ അവള്. പക്ഷെ എന്തോ എനിക്ക് നിർമ്മല വരുന്നതിനെ പൂർണ്ണമായിട്ട് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുന്നില്ലല്ലോ. ശ്ശോ, എന്ത് ചെയ്യാനാ? ആ അമ്മേ, ദേ അവര് വന്നു തോന്നുന്നു. വാ. ഒരു മിനിറ്റ്. അല്ല, നിങ്ങളിത് ഇറങ്ങിയെന്ന് പറഞ്ഞിട്ട് നേരെ എത്രയായി? എന്ത് പറ്റി? എന്താ ഇത്രയും വൈകാൻ? ഒന്നും പറയണ്ട ഗൗതം. ഇറങ്ങാൻ തുടങ്ങിയപ്പോ ഒരു വലിയ പ്രശ്നം ഉണ്ടായി. എന്ത് പ്രശ്നം? എന്താ ഉണ്ടായത്? എന്താ നിധി, എന്താ കാര്യം? ഗൗതമിന്റെ ചോദ്യം കേട്ടിട്ട് ഞാൻ പോലും പേടിച്ചു പോയല്ലോ. ആ, വേറെ പ്രശ്നമൊന്നുമില്ല. ഡിസ്ചാർജ് ആയതല്ലേ, ഫാർമസി പോണം, ലാബിൽ പോണം, ക്യാഷ് അടയ്ക്കാൻ പോണം, ഡോക്ടറെ കാണണം. എല്ലാത്തിനും ഞാൻ ഒറ്റയ്ക്കല്ലേ ഓടിയത്. ഗൗതമിനോടൊന്ന് വരാൻ പറഞ്ഞിട്ട് വന്നില്ലല്ലോ. പിന്നെ ഒരു ആശുപത്രിയിൽ നിന്ന് ഒരു പേഷ്യന്റിനെ ഡിസ്ചാർജ് ചെയ്ത് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കി നടത്തി വിളിച്ചുകൊണ്ട് വരാനുള്ള മിടുക്കൊക്കെ എന്റെ ഭാര്യയ്ക്കുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അല്ലേ നിർമ്മലാമ്മേ? എന്താ ഇങ്ങനെ നോക്കുന്നേ? ഞങ്ങളെല്ലാം വിട്ടിട്ട് ഒരു കത്ത് എഴുതി വെച്ചിട്ട് ഇറങ്ങിപ്പോയ ആളാ. ഇപ്പതേ വന്ന് നിന്ന് ചിരിക്കുന്ന കണ്ടില്ലേ? ഇനി ഞാൻ എങ്ങോട്ടും വിടില്ല. വാ ഇങ്ങോട്ട്, വാ വാ.